ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ ഗ്രോത്ത് സിറം ആണ് കേട്ടോ. നമുക്ക് മുടി വളർച്ച കൂട്ടാനും മുടിയുടെ ഒരു ഫ്രിസിനെസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സിറമാണ്. ഇതൊരു സിറം മാത്രമല്ല, ഒരു കണ്ടീഷണറായിട്ടും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് കഴുകി കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഈ ഒരു കണ്ടീഷണർ മുടിയിൽ വെച്ചിരിക്കാനും പറ്റും. മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും പിന്നെ മുടിയുടെ ആ ഒരു പരിപ്പൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറിലേക്ക് ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു സിറവും കണ്ടീഷണറും ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കണ്ടീഷണറും സിറവും ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത്. ഇനി രണ്ടും നമ്മൾ ചെയ്യേണ്ട രീതി ഒരുപോലെ തന്നെയാണ്. ഇനി ഞാനൊരു പാത്രത്തിൽ ഈ ഒരു ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് എടുക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ചെമ്പരത്തി നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടിയുടെ ഒരു പരുപരുത്ത ടെക്സ്ചറൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചും കൂടെ സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കും. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു മിക്സ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ തരിപ്പൊന്നും ഇല്ലാതെ ഒരു ജെല്ലൊക്കെ അല്ലെങ്കിൽ സിറമൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയാം. അതിൻ്റെ ഒരു ജ്യൂസ് മാത്രമായിട്ടാണ് എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ. അലോവേര ജെല്ലോ അല്ലെങ്കിൽ ഫ്ലാക്സീഡിൻ്റെ ജെല്ലോ ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ നമ്മുടെ മുടി കുറച്ചും കൂടെ കണ്ടീഷൻ ചെയ്ത് വയ്ക്കാനൊക്കെ സഹായിക്കും. നമ്മുടെ മുടി ഡ്രൈ ആവാതിരിക്കാനും സ്മൂത്ത് ആവാനും ഒക്കെ നല്ലതാണ്. ഏറ്റവും നല്ലത് ഫ്ലാക്സീഡിൻ്റെ ജെല്ല് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അലോവേര ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സിറവും കണ്ടീഷണറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്ന രീതിക്കാണ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ കട്ടി കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അളവിൽ ജെല്ല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. സിറം ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് പകുതി ഉണങ്ങിയതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ മുടിയിലേക്ക് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ താല്പര്യമുള്ളവർ സ്കാൽപ്പിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ജെല്ലായതുകൊണ്ട് തന്നെ തണുപ്പുണ്ടാവും. അപ്പോൾ തണുപ്പ് പ്രശ്നമില്ലാത്തവർ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാത്തവർ മുടിയിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൂടുതൽ അളവിൽ വേണ്ട, കുറഞ്ഞ അളവിൽ മാത്രം എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അതിന് ശേഷം അത് ഡ്രൈ ആക്കാൻ വയ്ക്കുക. എത്ര സമയം വേണമെങ്കിലും വയ്ക്കാവുന്നതാണ്. പിറ്റേന്ന് കുളിക്കുന്ന സമയത്തൊക്കെ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കണ്ടീഷണർ പ്ലസ് സിറം യൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മുടിയുടെ ഹെൽത്തിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു കണ്ടീഷണറും സിറം ആണിത്. അപ്പോൾ ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്